അടുത്ത എന്താണ് നോമിനൽ അക്കൗണ്ട് നോക്കാം. ഇതെങ്ങനെയാണ് ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാം അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷന് 2 അക്കൗണ്ട് വരും അല്ലേ. ഏത് ട്രാൻസാക്ഷൻ എടുത്താലും ഡ്യുവൽ എൻട്രി ആണ്. ഒരു ഡെബിറ്റ് അക്കൗണ്ടും കാണും, ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും കാണും. ഇപ്പോൾ സാലറി പേ ചെയ്തു, സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട്. ഒരു ട്രാൻസാക്ഷൻ ഇവിടെ സാലറി പേ ചെയ്തു, പക്ഷേങ്കിൽ 2 അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. പൊതുവേ നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പം എക്സ്പെൻസുമായിട്ടും ഇൻകമായിട്ടും ഉള്ള അക്കൗണ്ട്സിനെല്ലാം നമ്മൾ നോമിനൽ അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് കൊണ്ടുവരുന്നത്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസിന് ഇൻക്രീസ് ആകുന്ന സമയത്ത് നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ ഇൻകംസ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. എക്സ്പെൻസ് എപ്പം ഒരു ട്രാൻസാക്ഷൻ്റെ സമയത്ത് നമ്മുടെ കമ്പനിയുടെ ചിലവ് കൂടുകയാണെങ്കിൽ ആ ചിലവിനെ നമ്മൾ ഡെബിറ്റിൽ കാണിക്കും. ഓക്കെ, അതേപോലെ നമ്മുടെ ഇൻകം, കമ്പനിയുടെ ആ ഒരു ഇൻകം, ഒരു സെയിൽസ് കൂടുന്ന സമയത്ത് അതിനെ നമ്മൾ ക്രെഡിറ്റ് കാണിക്കും. അല്ലെങ്കിൽ കമ്പനിക്ക് ലാഭമായിട്ട് വരുന്നതിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എടുത്ത് സാലറി പേ ചെയ്താൽ ജേണൽ എൻട്രി എന്താണ്? സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. സാലറി റിയൽ അക്കൗണ്ടാണ്, ക്യാഷ് റിയൽ അക്കൗണ്ടാണ്.